Welcome back to another session of Office Automation Tools. In this session, we are going to deal with MS Excel. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് MS Wordനെ പറ്റിയിട്ടുള്ള ബേസിക്സ് ആയിരുന്നു. ഇനി രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ളത് MS Excelനെ കുറിച്ചാണ്. മൈക്രോസോഫ്റ്റ് എക്സൽ. എന്താണ് മൈക്രോസോഫ്റ്റ് എക്സൽ? What exactly mean by MS Excel? MS Excel is a spreadsheet application. It is a spreadsheet application. MS Excel is a spreadsheet application used to process business and financial transactions of various kinds. അപ്പോൾ MS Excel പറയുന്നത് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്, മൈക്രോസോഫ്റ്റിൻ്റെ ഒരു പ്രോഗ്രാമാണ്, ഒരു സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമാണ്. എന്തിനു വേണ്ടിയിട്ട്? ബിസിനസ്സും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുക, അത് പ്രോസസ്സ് ചെയ്യുക, അത് അനലൈസിസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പർപ്പസിലേക്ക് വേണ്ടി മാത്രമായിട്ട്. ഇപ്പോൾ ഫിനാൻഷ്യൽ റെക്കോർഡ്, ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ റെക്കോർഡുകൾ എന്താണ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഫൈനലായിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പർപ്പസിലേക്ക് വേണ്ടിയിട്ടാണ് MS Excel നമ്മൾ ഉപയോഗിക്കുന്നത്. ബൈ ഡിഫാൾട്ട് sheets in MS Excel are saved with .xlsx extension. അപ്പോൾ MS Word സേവ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു .docx എക്സ്റ്റൻഷനിലാണ്. MS Excel സേവ് ചെയ്യുന്നത് .xls എക്സ്റ്റൻഷനിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു MS Excel എന്ന് പറയുന്നത് ഒരു സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ എന്താണ് ഒരു സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷൻ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സ്പ്രെഡ്ഷീറ്റ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. എ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ഈസ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ദാറ്റ് സെറ്റ് ഔട്ട്സ് എ ഗ്രിഡ് where users can analyze and organize numbers, financial data and other information. It organizes information into software defined columns and rows. ഇപ്പോൾ ഒരു സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? It is defined as rows and columns. It is a software. സ്പ്രെഡ്ഷീറ്റ്, ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ്. It is defined into columns and rows. കോളംസ് ആയിട്ടും റോസ് ആയിട്ടും ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. അതൊരു ലാർജ് ഷീറ്റ് ഓഫ് പേപ്പറാണ്. ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ അക്കൗണ്ടിങ് പർപ്പസ് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അക്കൗണ്ടിങ് ടേമിൽ നമ്മൾ സ്പ്രെഡ്ഷീറ്റിനെ വർണ്ണിക്കുകയാണെങ്കിൽ, ഇറ്റ് ഈസ് എ ലാർജ് ഷീറ്റ് ഓഫ് പേപ്പർ വിത്ത് കോളംസ് ആൻഡ് റോസ് വിച്ച് ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പേപ്പറാണ്. അതിനകത്ത് കോളംസ് ആയിട്ടും റോസ് ആയിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പേപ്പറിനെയാണ് നമ്മൾ സ്പ്രെഡ്ഷീറ്റ് എന്നാണ് അക്കൗണ്ടിങ് ടേംസിൽ വിളിക്കുന്നത്. സാധാരണയായിട്ട് എങ്ങനെ നമുക്ക് പറയാം, സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആണ്. ആൻഡ് ഇറ്റ് സെറ്റ്സ് ഔട്ട്സ് എ ഗ്രിഡ്. ഗ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളംസ് റോസും കൂടെ വരുന്നതാണ്. കോളംസ് റോസ്, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് കോളംസ് ആൻഡ് റോസ് വെർ യൂസേഴ്സ് ക്യാൻ അനലൈസ് ആൻഡ് ഓർഗനൈസ് നമ്പേഴ്സ്, ഫിനാൻഷ്യൽ ഡാറ്റ ആൻഡ് അതർ ഇൻഫർമേഷൻ. യൂസേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? അക്കൗണ്ടിങ് ഇൻഫർമേഷൻ റെക്കോർഡ് ചെയ്യാം, ബുക്ക് കീപ്പിംഗ് നടത്താം, ഫിനാൻഷ്യൽ അനലൈസിസ് നടത്താം, സ്റ്റാറ്റിസ്റ്റിക്കൽ അനലൈസിസ് നടത്താം. ഇവിടെ ചാർട്ട്, ഗ്രാഫ്, ഡയഗ്രാം ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ച് നമുക്ക് ഫിനാൻഷ്യൽ അനലൈസിസ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അനലൈസിസ് ഒക്കെ നടത്താം. ആൻഡ് ആർ ദ മെയിൻ യൂസസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർ. ഇതൊക്കെ തന്നെയാണ് ഈ സോഫ്റ്റ്വെയർ കൊണ്ടുള്ള പ്രധാന ഗുണവും ലക്ഷ്യമൊക്കെ. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത്, ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ഡാൻ ബ്രിക്ലിൻ ആണ്. ഡാൻ ബ്രിക്ലിൻ ആണ് ഇതിൻ്റെ ഫാദർ ഓഫ് ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ആണെന്ന് പഠിച്ചു. അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ്. ഓക്കെ, MS അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റ് മാത്രമാണ് MS Excel. അതാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. അതല്ലാതെ ഒട്ടനവധി കമ്പനികൾ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ലോട്ടസ് 123, അതുപോലെ തന്നെ ഓപ്പൺ ഓഫീസ്, വിസിക്കീൽസ്, ഇതൊക്കെ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ്. പല വേറെ കമ്പനികൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറുകളാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂസേഴ്സ്, പർപ്പസ് ഓർ ഫീച്ചേഴ്സ് ഓഫ് ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റ്. ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റ് അഥവാ MS Excelന്റെ യൂസേഴ്സ്, പർപ്പസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തത്, സ്പ്രെഡ്ഷീറ്റ് ആർ മച്ച് യൂസ്ഫുൾ ഇൻ ബിസിനസ് ഫീൽഡ്. ഒന്നാമത്തെ പോയിന്റ്, ബിസിനസ് ഫീൽഡിൽ സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷൻ വളരെ ഫലപ്രദമാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു അക്കൗണ്ടിങ് ഫീൽഡിൽ, ഇപ്പോൾ ഇൻവെന്ററി ഫീൽഡിൽ ഫിനാൻഷ്യൽ അനലൈസിസ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ് ഈ പറഞ്ഞ സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ എക്സൽ. Second point, it can be used for the purpose such as accounting, sales, inventory control and financial analysis. Third point, spreadsheets are also used for many other non-business problems
ബിസിനസ് പ്രോബ്ലംസ് റിലേറ്റഡ് ആവാത്ത നോൺ ബിസിനസ് പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യാനും അതിൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാനൊക്കെ സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷനെ കൊണ്ട് സാധിക്കുന്നു. നാലാമത്തെ പോയിന്റ്, ലോങ് ടൈം സ്ട്രാറ്റജി ടു ബി ഫോളോഡ് ബൈ എ ബിസിനസ് കൺസേൺ ക്യാൻ ഈസിലി ബി ഡിറ്റർമൈൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്പ്രെഡ്ഷീറ്റ്. ലോങ് ടൈം സ്ട്രാറ്റജീസ്, അതായത് ബിസിനസ്സിൽ എടുക്കേണ്ട ലോങ് ടൈം സ്ട്രാറ്റജി ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ബിസിനസ് കൺസേണുകളെയും സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ എന്ന രീതിയിലും ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റിനെ പരിഗണിക്കാറുണ്ട്. അഞ്ചാമതായിട്ട്, സ്പ്രെഡ്ഷീറ്റ് ആർ ഓൾസോ യൂസ്ഫുൾ ടു പ്രൊവൈഡ് ഗൈഡൻസ് ടു ദ ഇൻവെസ്റ്റേഴ്സ് ടു സെലക്ട് ആൻഡ് ഇൻവെസ്റ്റ് ഇൻ ദ മോസ്റ്റ് പ്രോഫിറ്റബിൾ സെക്യൂരിറ്റീസ്. അപ്പം ഇൻവെസ്റ്റേഴ്സിന് അവരുടെ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള, ഏറ്റവും ലാഭകരമായിട്ടുള്ള ഒരു സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് സ്പ്രെഡ്ഷീറ്റ് കൊടുക്കാൻ സാധിക്കുന്നു. ആറാമത്തെ പോയിന്റ്, സ്പ്രെഡ്ഷീറ്റ് ആർ ഓൾസോ യൂസ്ഫുൾ ഫോർ ഫിനാൻഷ്യൽ അനാലിസിസ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. ഓക്കെ, ഫോർകാസ്റ്റിംഗിന് വേണ്ടിയിട്ടും ഫിനാൻഷ്യൽ അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ടും സ്പ്രെഡ്ഷീറ്റ് വളരെ ഫലപ്രദമായി ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പർപ്പസ്, യൂസസ്, അഡ്വാൻറ്റേജസ് എന്നൊക്കെ പറയാം. ഇതാണ് MS Excelന്റെ ഇന്റർഫേസ്. MS Excelല് 2003 വേർഷനൊക്കെ ആണെങ്കിൽ, 2003 അതിന് മുമ്പോട്ടുള്ള വേർഷനൊക്കെ ആണെങ്കിൽ 65,536 റോസും 256 കോളംസ് ആണ് ഉണ്ടാവുക. 65,536 റോസും 256 കോളംസ് ആണ് 2003 പിന്നോട്ടുള്ള വേർഷനിൽ ഉണ്ടായിരിക്കുക. 2007 അതിനുശേഷം വന്ന എല്ലാ വേർഷനിലും 10,48,576 റോസും അതുപോലെ തന്നെ 16,384 കോളംസുമാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പം ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണത്. അപ്പോൾ ഇതാണ് MS Excelന്റെ ഇന്റർഫേസ്. നമുക്കിവിടെ കാണാൻ സാധിക്കും, വേർഡിൽ കണ്ട പോലെ തന്നെ ഉള്ള ഏകദേശം ഇന്റർഫേസ് ആണ് എക്സലും കാണാൻ സാധിക്കുക. ടോപ്പിൽ നമുക്കിവിടെ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ഉണ്ട്. ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ഉണ്ടോ? ക്വിക്ക് ആക്സസ് ടൂൾ ബാർ അവിടെ ഡിഫാൾട്ട് ആയിട്ട് സേവ്, അൺഡു, അതുപോലെ തന്നെ റീഡു ഓപ്ഷൻസ് ആണ് ഉണ്ടാവുക. നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇവിടെ ടൈറ്റിൽ ബാർ ആണ്. ടൈറ്റിൽ ബാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ റിബൺ, ഫയല്, ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട്, ഫോർമുല, ഡാറ്റാസ്, റിവ്യൂ, വ്യൂ. ഓക്കെ, ഇത്രയും ടാബുകളാണ്. അതൊക്കെ റിബണിലാണ് നമ്മൾ ഉൾപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ റിബൺ ആണ് വരിക. പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും, ഇവിടെ ഞാൻ ഓരോ കേഴ്സർ പ്ലേസ് ചെയ്യുമ്പോൾ ഗ്രീൻ കോളം വന്ന് കിടക്കുന്നത് കാണാം. ഇതാണ് ആക്റ്റീവ് സെൽ എന്ന് പറയുന്നത്. അതായത് കേഴ്സർ എവിടെയാണോ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതാണ് ആക്റ്റീവ് സെൽ. അതിനാണ് ആക്റ്റീവ് സെൽ എന്ന് പറയുന്നത്. ആക്റ്റീവ് സെൽ എന്നാണ് അതിന് പറയാം. പിന്നെ ഇവിടെ പേര് കാണാൻ സാധിക്കും. ഇപ്പോൾ C3 ഞാൻ വെച്ചിരിക്കുന്നത് C3 എന്നാണല്ലോ. അപ്പോൾ ഇതിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് നെയിം ബോക്സ് എന്നാണ്. ഓക്കെ, ഇവിടെ ഈ ഒരു കോളത്തെ സൂചിപ്പിക്കുന്നത് നെയിം ബോക്സ് ആണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ഫോർമുല ബാർ കാണാൻ സാധിക്കും. ഫോർമുല ബാർ നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെയാണ് വരിക. എന്ത് കാര്യം ടൈപ്പ് ചെയ്താലും അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഫോർമുല ജനറേറ്റ് ചെയ്യുന്നത് ഈ ഫോർമുല ബാറിൽ നിന്നാണ്. അപ്പോൾ ഫോർമുല ബാർ. അതുപോലെ തന്നെ ഈ കംപ്ലീറ്റ് വ്യൂവിനെ നമ്മൾ പറയുന്നത് വർക്ക് ബുക്ക് വിൻഡോ എന്നാണ്. ഓക്കെ, ഈ സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് റോസ് ആൻഡ് കോളം എന്ന് പറയുന്ന ഈ ഏരിയ സൂചിപ്പിക്കുന്നത് വർക്ക് ബുക്ക് വിൻഡോ എന്നാണ്. മൊത്തത്തിലായിട്ട് നമ്മൾ പറയുന്നത് വർക്ക് ബുക്ക് വിൻഡോ. പിന്നെ നമുക്കിവിടെ സ്ക്രോൾ ബാർ ഉണ്ട്. സ്ക്രോൾ ബാർ ഹൊറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കൽ ആയിട്ടും ഉണ്ട്. അതുപോലെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഷീറ്റ് 1, അടുത്തത് നമുക്ക് വേണമെങ്കിൽ ഷീറ്റ് 2 എടുക്കാം, ഷീറ്റ് 3 എടുക്കാം. അങ്ങനെ ഷീറ്റ് 1, 2, 3 എന്ന് പറഞ്ഞ് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് സ്റ്റാറ്റസ് ബാർ ഉണ്ട് ഇവിടെ റെഡി. അതുപോലെ മാക്രോസ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. ഇതൊക്കെ സ്റ്റാറ്റസ് ബാറിൽ ഉൾപ്പെടുന്നതാണ്. പിന്നെ സൂം ചെയ്യാനുള്ള സൂം കൺട്രോൾ ഉണ്ട്. സൂം കൺട്രോൾ. അതുപോലെ തന്നെ ഇവിടെ വ്യൂ കാണാൻ സാധിക്കും. നോർമൽ വ്യൂ, പേജ് ലേഔട്ട് വ്യൂ, പേജ് ബ്രേക്ക് വ്യൂ എന്നുള്ള ഒരു വ്യൂ ബട്ടണും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു ഇന്റർഫേസിൽ നമുക്ക് പറയാൻ പറ്റുക. ഇനി ഫയൽ ടാബിലേക്ക് വന്നു കഴിഞ്ഞാൽ വേർഡിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് ഹോം ബട്ടൺ, ന്യൂ, ഓപ്പൺ, ഇൻഫോ, സേവ് ആസ്, ഹിസ്റ്ററി, പ്രിന്റ്, ഷെയർ, എക്സ്പോർട്ട്, ക്ലോസ് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇപ്പം മെയിനായിട്ട്
സേവ് ചെയ്യാൻ സാധിക്കും. ഫയലിൽ പോയി കഴിഞ്ഞാൽ ഫയൽ ടാബ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് സേവ് ചെയ്യാം, സേവ് ആസ് നടത്താം, പ്രിന്റ് എടുക്കാം, ഷെയർ ചെയ്യാം, എക്സ്പോർട്ട് ചെയ്യാം, ക്ലോസ് ചെയ്യാം, പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു വ്യൂവിനെ വിളിക്കുന്ന പേര് ബാക്ക് സ്റ്റേജ് വ്യൂ ആണ്. ഈ ഒരു വ്യൂവിന് പറയുന്ന പേര് ബാക്ക് സ്റ്റേജ് വ്യൂ എന്നാണ്. ഓക്കെ, വേർഡിൽ നമ്മൾ പഠിച്ചായിരുന്നു. ഫയൽ ടാബ് തുറന്നാൽ വരുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഇന്റർഫേസിന് നമ്മൾ പറയുന്ന പേര് ബാക്ക് സ്റ്റേജ് വ്യൂ എന്നാണ്. ഇത് ബാക്ക് സ്റ്റേജ് വ്യൂ നമുക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ എസ്കേപ്പ് അടിക്കാം, അല്ലെങ്കിൽ ബാക്ക് ബട്ടൺ ഒന്ന് അമർത്തിയാൽ മതി. ഓക്കെ, അപ്പോൾ ഫയൽ ടാബിലും ബാക്ക് സ്റ്റേജ് വ്യൂ കണ്ടു. ഇനി ഓരോ റിബണിൽ ഓരോ ഐറ്റംസ് കാണാൻ സാധിക്കും. റിബണിൽ ഓരോ ടാബുകളാണ് ഉണ്ടാവുക. ഹോം ടാബ്, ഇൻസേർട്ട് ടാബ്, പേജ് ലേഔട്ട് ടാബ്, ഫോർമുലാസ് ടാബ്, ഡാറ്റ ടാബ്, റിവ്യൂ ടാബ്, വ്യൂ ടാബ്. ഇത്രയും ടാബുകളുണ്ട്. ഈ ടാബുകളിലൊക്കെ ഓരോരോ ഗ്രൂപ്പുകളുണ്ട്. ഇപ്പോൾ ഹോം ടാബിൽ ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പ്, ഫോണ്ട് ഗ്രൂപ്പ്, അലൈൻമെന്റ് ഗ്രൂപ്പ്, നമ്പർ ഗ്രൂപ്പ്, സ്റ്റൈൽസ് ഗ്രൂപ്പ്, സെൽസ് ഗ്രൂപ്പ്, എഡിറ്റിംഗ് ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിനൊക്കെ ഓരോരോ കമാൻഡുകളും ഉണ്ട്. ഓരോ ഗ്രൂപ്പിലും ഓരോരോ കമാൻഡുകളുണ്ട്. ഇപ്പോൾ ഫോണ്ട് ഗ്രൂപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബോൾഡ് കമാൻഡ് ഉണ്ട്, അണ്ടർലൈൻ കമാൻഡ് ഉണ്ട്, ഇറ്റാലിക്സ് കമാൻഡ് ഉണ്ട്. അപ്പോൾ ഓരോരോ കമാൻഡുകളാണ്. അപ്പോൾ ടാബിൽ ഓരോരോ ഗ്രൂപ്പിൽ ഓരോരോ കമാൻഡുകളും ഉണ്ട്.